അപ്പോൾ നോട്ട്ബുക്ക് എൽഎമ്മിൻ്റെ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഡേറ്റ ടേബിൾസ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഡേറ്റ ടേബിൾ എന്ന് നോക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു PDF-ൽ നിന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക് എന്തിനാണെങ്കിലും വിവരങ്ങൾ കൃത്യമായി തരം തിരിച്ച് റോസ് ആൻഡ് കോളംസ് ഉള്ള ഒരു ഭംഗിയുള്ള ടേബിളാക്കി നമുക്ക് തരും. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് സൈറ്റേഷൻസ് ആണ്. അപ്പോൾ ഈ ഫീച്ചർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നോട്ട്ബുക്ക് എൽഎമ്മിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് ഈ സ്റ്റുഡിയോയുടെ ഉള്ളിൽ. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമ്മൾ വായിച്ച് നോക്കുന്നതിന് പകരം ഞാൻ ഈ ഒരു ബുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നോട്ട്ബുക്ക് എൽഎമ്മിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഞാനിവിടെ ഡേറ്റ ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ഈ ഒരു എഡിറ്റ് ഐക്കൺ കണ്ടില്ലേ, ഈ ഒരു എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളൊരു പ്രോംപ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ആ ഡേറ്റ ടേബിൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എക്സ്പോർട്ട്സ് ടു ഷീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഷീറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത ഒരു യൂസ് കേസും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ സാംസങ്, ഐഫോൺ, ഗൂഗിൾ പിക്സൽ ഈ 3 ഫോണിൻ്റെയും സ്പെസിഫിക്കേഷൻസ്, ലിങ്കുകളും അതുപോലെ ബ്രോഷേഴ്സും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കറിയേണ്ടത് ഇതിലേതാണ് നമ്മൾക്ക് വാല്യൂ ഫോർ മണി എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഡേറ്റ ടേബിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡേറ്റ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്കിത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡേറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്.